വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിനെ പറ്റി നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാകും. ഒരു തരത്തിലുള്ള എക്സസൈസുകളും വർക്കൗട്ടുകളും ശാരീരികമായിട്ടുള്ള മറ്റുള്ള വ്യായാമങ്ങളും ഒന്നുമില്ലാതെ നമ്മൾ ഐഡിയൽ ആയിട്ടിരിക്കുന്നതാണ് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. നമ്മൾ ഐഡിയൽ ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ വെറുതെ നമ്മളിപ്പോൾ സാധാരണ ഒരു സ്ത്രീക്ക് എന്ന് പറയുന്നത് എല്ലാവരുടെ ഫിംഗർ ടിപ്പിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേഹം ഒരുപാടായിട്ട് അനങ്ങേണ്ടതായിട്ട് വരുന്നില്ല. അങ്ങനെ വരുമ്പോഴേക്കും പലരും സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാറുണ്ട്. ഇങ്ങനെ പ്രത്യേകിച്ച് വ്യായാമങ്ങളൊന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരു സ്ത്രീയുടെ ജീവിത രീതി ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കൊണ്ടുവന്നു തരും. സ്ത്രീകളുടെ മാത്രമല്ല പുരുഷന്മാരുടെയും പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നു തരുന്നത് നമ്മളിലുണ്ടാകുന്ന അമിതമായിട്ടുള്ള ശരീരഭാരത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള ഹോർമോണൽ ഇംബാലൻസസുകളിലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഓവർകം ചെയ്തിട്ട് എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു യോഗ പോസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നത് കേട്ടോ. ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോരുത്, എൻ്റെ റിക്വസ്റ്റ് ആണ്. കാരണം നിങ്ങൾക്ക് വളരെയധികം ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും അധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു യോഗ പോസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ സംസാരിക്കുന്നത് യോനി മുദ്രയെ പറ്റിയിട്ടാണ്. യോനി മുദ്ര എന്ന് പറയുന്നത് നമ്മുടെ യോഗാസിലെ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് മാത്രം സഹായിക്കുന്ന ഒരു ഫെർട്ടിലിറ്റി യോഗയാണ്. ഇവിടെ യോനി മുദ്ര നമ്മൾ ചെയ്യുന്നത് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലാണ്. അതായത് നമ്മളിപ്പോൾ കാലിപ്പോൾ നമ്മൾ ചെമ്പ പൊടിഞ്ഞിരിക്കുകയെന്ന് പറയില്ലേ, ആ ഒരു പോസിൽ നമ്മൾ നിലത്ത് ഇരിക്കുക. നിലത്ത് നമ്മൾ ഇരുന്നതിന് ശേഷം നമ്മുടെ കൈ വിരലുകളിൽ നമ്മുടെ ചൂണ്ടുവിരലും നമ്മുടെ തള്ളവിരലും ഒഴിച്ച് ബാക്കിയുള്ള 3 വിരലുകൾ, അതായത് നമ്മൾ തമ്പ് ഫിംഗറും ഇൻഡെക്സ് ഫിംഗറും ഒഴിച്ച് ബാക്കിയുള്ള മിഡിൽ ഫിംഗറും റിംഗ് ഫിംഗറും അതുപോലെ നമ്മുടെ ആ ഒരു ബേബി ഫിംഗറും അത് 3 2 കൈയുടെയും എടുത്തിട്ട് നമ്മൾ ഇന്റർലോക്ക് ചെയ്യുക. ഞാൻ ഇമേജ് കൊടുക്കുക, അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഇന്റർലോക്ക് ചെയ്തിട്ട് നമ്മുടെ ഓരോ കൈകളിലെയും ചൂണ്ടുവിരലും അതായത് അപ്പുറത്തെ കൈയിലെ ചൂണ്ടുവിരലുമായിട്ട് ചേർത്ത് പിടിക്കുക. അതുപോലെ തന്നെ ഒരു കൈയിലെ തള്ളവിരൽ അപ്പുറത്തെ കൈയിലെ തള്ളവിരലുകളുമായിട്ട് ലോക്ക് ചെയ്തിട്ട് നമ്മൾ നിൽക്കുക. ഏകദേശം ഒരു ഡയമണ്ട് അല്ലെങ്കിൽ ഒരു ട്രയാങ്കുലർ ഷേപ്പ് നമ്മളിപ്പോൾ കണക്ട് ചെയ്ത് വരുമ്പോൾ ആ ഒരു ഷേപ്പിലായിരിക്കും ഇത് കിട്ടുന്നത്. ഈ യോനി മുദ്ര റെപ്രസെന്റ് ചെയ്യുന്നത് സ്ത്രീകളുടെ ഗർഭാശയത്തെയും അതുപോലെ സ്ത്രീകളുടെ യോനിയെയുമാണ്. അവരുടെ ജനനേന്ദ്രിയത്തിനെയുമാണ് ഇത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഈ യോനി മുദ്ര നമ്മൾ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ആ കൈവിരലുകളെ പലതായിട്ട് ആയുർവേദത്തിൽ അല്ലെങ്കിൽ യോഗാസിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ മറ്റുള്ള വിരലുകളെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴേക്കും നമ്മുടെ തള്ളവിരലിനെ ഫയറായിട്ട്, അതായത് അഗ്നിയായിട്ട് കൺസിഡർ ചെയ്യുന്നു. നമ്മുടെ ചൂണ്ടുവിരലിനെ വായുവായിട്ടും, അതായത് എയർ ആയിട്ടും കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ അഗ്നിയും വായുവും തമ്മിൽ ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ യോനി മുദ്രയിൽ ചെയ്യുന്നത്. നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നുന്നുണ്ടാകും, പക്ഷെ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു യോഗാസനയാണ് ഈ ഒരു പോസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ബാക്കിയുള്ള നമ്മുടെ ചൂണ്ടുവിരലിനെയും തള്ളവിരലിനെയും ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോസിൽ നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരത്തിലെ അഗ്നിയെയും വായുവിനെയും നമ്മളൊന്ന് ഏകീകരിപ്പിച്ച് കൊണ്ടുവരുന്നു. ഇങ്ങനെ വരുമ്പോഴേക്കും ഇത് പെൽവിക് ഫ്ലോർ മസിൽസിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. നമ്മൾ ഈ ഒരു പോസിൽ നമ്മൾ കണക്ട് ചെയ്ത് പിടിച്ചിട്ട് ആ ഒരു ഭാഗം നമ്മൾ കൊണ്ടുവന്ന് വെക്കേണ്ടത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ അതായത് നമ്മൾ ബാക്കിയുള്ള 3 വിരലുകളെ തമ്മിൽ ഇന്റർലോക്ക് ചെയ്തിട്ട് തള്ളവിരലിനെയും ചൂണ്ടുവിരലിനെയും നമ്മൾ ചേർത്ത് പിടിച്ചിട്ട് കൊണ്ടുവന്ന് വെക്കേണ്ടത് നമ്മുടെ പൊക്കിളിന് താഴെയുള്ള ഭാഗത്താണ്. ഞാൻ ഇമേജിൽ കൊടുക്കാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും കേട്ടോ. ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് വെക്കുമ്പോഴേക്കും നമ്മൾ ഈ ശരീരത്തോട് ചേർത്ത് പിടിക്കുന്നത് വഴി നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനെയും ഇൻക്രീസ് ചെയ്യുന്നു. എസ്പെഷ്യലി പ്രത്യേകമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെയാണ്. നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആയിട്ടുള്ള നമ്മുടെ 2 ഓവറീസ്, 2 ഫലോപ്പിയൻ ട്യൂബ്, ഗർഭപാത്രം, അതുപോലെ സെർവിക്സ്, അതുപോലെ നമ്മുടെ യോനി മുദ്ര എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വജൈന, ഈ ഓരോ ഭാഗങ്ങളിലോട്ടുമുള്ള ബ്ലഡ് സർക്കുലേഷനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഈ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ക്വാളിറ്റി ഉള്ള ഒരു അണ്ടം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ക്വാളിറ്റി ഉള്ള ഒരു അണ്ടവും അത്രയും തന്നെ ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഫലോപ്പിയൻ ട്യൂബും അതുപോലെ തന്നെ യോനി മുദ്ര ചെയ്യുന്നത് വഴി നമ്മുടെ എൻഡോമെട്രിയം തിക്നെസ് കൃത്യമായിട്ട് വളരുന്നതിനും ഇത് സഹായിക്കുന്നു. ഇതെല്ലാം കൃത്യമായിട്ട് വരുമ്പോൾ നമ്മുടെ സെർവിക്സ് കൂടുതൽ കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യുന്നതിനും നമ്മുടെ യൂട്രസ്, നമ്മുടെ വജൈന കൂടുതൽ കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. അങ്ങനെ എല്ലാത്തിന്റെയും പ്രവർത്തനം, എല്ലാ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെയും പ്രവർത്തനം
നല്ല രീതിയിൽ അവിടെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഇതുമൂലം നിങ്ങളിൽ പ്രഗ്നൻസി എളുപ്പത്തിൽ തന്നെ സംഭവിക്കുന്നു. നമുക്ക് എളുപ്പത്തിൽ തന്നെ വളരെ ഈസിയിൽ തന്നെ ചെയ്യാവുന്ന ഒരു ഫെർട്ടിലിറ്റി യോഗയാണ് യോനി മുദ്ര എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യോനി മുദ്ര നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ബെനിഫിറ്റുകൾ മറ്റു പല രീതിക്കും നിങ്ങൾക്ക് കിട്ടുന്നു. അതായത് നിങ്ങളിലെ ഹോർമോണൽ ഇംബാലൻസസ് ക്യൂർ ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. അതുപോലെ PCOD ഉള്ള സ്ത്രീകളിലും മറ്റുള്ള ഹോർമോണൽ ഇംബാലൻസസ് ഉള്ള സ്ത്രീകളിലും, അതായത് ഒബിസിറ്റി മൂലമുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ത്രീകളിൽ, തൈറോയ്ഡ് ഉണ്ടാവുന്ന സ്ത്രീകളിൽ ഒക്കെ നിങ്ങളുടെ പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒന്ന് ക്ലിയർ ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. അത് മാത്രമല്ല മെൻസ്ട്രൽ ക്രാംസ്, അതായത് നമുക്ക് പീരിയഡ്സ് ആകുന്ന സമയത്ത് ഒരുപാട് വേദനകൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് ക്യൂർ ചെയ്യുന്നതിനും നിങ്ങൾ ഇത്തരത്തിൽ എക്സസൈസ് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നു. വളരെ ഈസിയിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു എക്സസൈസ് ആണ് യോനി മുദ്ര എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഒരു യോഗ പോസ് പെർഫോം ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇമേജ് കൃത്യമായിട്ട് കൊടുക്കാം. അതിന് വേറൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും ആ ഒരു യോനി മുദ്രയെ പറ്റി നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഈ ഇമേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. വളരെയധികം ഈസിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു എക്സസൈസ് ആണ് യോനി മുദ്ര എന്ന് പറയുന്നത്. നിങ്ങൾ നല്ലൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫേസിൽ ഇരുന്നതിന് ശേഷം ഈ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ഒരുപാട് പേരിൽ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ക്യൂർ ചെയ്തിട്ടുണ്ട് എന്ന് സയന്റിഫിക്കലി പ്രൂവൺ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റുകൾ കിട്ടുന്നതായിരിക്കും. യോഗയും അതുപോലെ മെഡിറ്റേഷനും അതുപോലെ വർക്കൗട്ട്സും ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഒരുപാട് മരുന്നുകൾ എടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ തുടർന്ന് പോയി കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ മെഡിസിൻസ് എടുക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ബെനിഫിറ്റുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. യോനിമുദ്ര മാത്രമല്ല മറ്റൊരുപാട് ഫെർട്ടിലിറ്റി ഇൻക്രീസിംഗ് ആയിട്ടുള്ള യോഗാസനാസിനെ പറ്റിയിട്ടും അതുപോലെ വർക്കൗട്ട്സിനെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ദിച്ചോസ് വേൾഡ് ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ പ്ലേലിസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ചാനലിലെ ബോട്ടിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പ്ലേലിസ്റ്റ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഒരുപാട് ഈസി ആയിട്ടുള്ള രീതിക്ക് നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിക്കും ചെയ്യാൻ കഴിയുന്ന വർക്കൗട്ട്സ് ആണ് ഇതെല്ലാം. നമ്മൾ മെഡിസിൻസ് എടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ട്രീറ്റ്മെന്റ്സുകളൊക്കെ നമ്മൾ നടത്തിയത് കൊണ്ടോ നമ്മളുടെ ശരീരം കൂടി ആ നാച്ചുറൽ ആയിട്ടുള്ള രീതിക്ക് അതുമായിട്ട് പ്രിപ്പയർ ആയാൽ മാത്രമേ, അതായത് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ശരീരവും നാച്ചുറലി പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കവിടെ പ്രഗ്നൻസി പോസിബിൾ ആവുകയുള്ളൂ. അതുകൊണ്ടാണ് PCOD ഉള്ളവരൊക്കെ ഒരുപാട് തവണ മെഡിസിൻസ് എടുക്കേണ്ടി വരുന്നതും അതുപോലെ ഒബിസിറ്റി ഉള്ളവർക്കൊക്കെ പ്രഗ്നന്റ് ആകാനായിട്ട് ലേറ്റ് ആവുന്നതും. കാരണം നമ്മൾ നമ്മുടെ ശരീരത്തിന് ഒരു പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഏതൊക്കെ മെഡിസിനുകൾ എടുത്തതുകൊണ്ടോ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ മെഡിസിനുകൾ മാറി മാറി എടുക്കുന്നതും അതിന്റെ സൈഡ് എഫക്ട്സ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതും അല്ലാതെ മറ്റുള്ള ബെനിഫിറ്റുകളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫെർട്ടിലിറ്റി എക്സസൈസുകളും വർക്കൗട്ടുകളും ഒക്കെ ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ. ഏത് സമയത്തും നിങ്ങൾക്ക് യോനി മുദ്ര പെർഫോം ചെയ്യാവുന്നതാണ്. വളരെയധികം ഈസിയാണ്, വളരെയധികം കംഫർട്ടബിൾ ആണ്. ഒരു 10-15 മിനിറ്റോളം ആ ഒരു പോസിൽ തന്നെ ഇരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.